തിരുവനന്തപുരം പുല്ലുവിളയിൽ 6 സംഘത്തെ സംശയത്തിന്റെ പേരിൽ തടഞ്ഞുവെച്ച് നാട്ടുകാർ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘമെന്ന് ആരോപിച്ചാണ് 4 സ്ത്രീകളെയും 2 പുരുഷന്മാരെയും നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുന്നത്. പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അജീഷ് കുമാർ ചേരുന്നു. അജീഷ്, എന്താണ് സംഭവിച്ചത്? എന്ത് ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ 6 പേരെ നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുന്നത്? സുഹൈല്, ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. ഇപ്പോൾ ഈ 6 പേരെയും പോലീസ് മോചിപ്പിച്ച് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഏതാണ്ട് 6 മണിക്ക് ശേഷമാണ് പള്ളം തിരുവനന്തപുരം പുല്ലുവിളയിലാണ് 6 സംഘത്തെ സംശയത്തിന്റെ പേരിൽ നാട്ടുകാർ തടഞ്ഞു വെച്ചത്. ഇവർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘമാണെന്ന് ആരോപിച്ചായിരുന്നു നാട്ടുകാരുടെ ഈ തടഞ്ഞുവെക്കൽ. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി 6 പേരെ മോചിപ്പിച്ച് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ അവിടുത്തെ സ്ഥിതി വളരെ മോശമായിരുന്നു. നാട്ടുകാർ ഇവരെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. മർദ്ദനത്തിലേക്ക് അടക്കം പോയില്ലെങ്കിലും പോലീസ് തക്ക സമയത്ത് എത്തിയത് കൊണ്ട് അവരെ മോചിപ്പിക്കാനായി. അജീഷ്, തുടരാം. സുഹൈല് പറഞ്ഞതുപോലെ ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത്. പുല്ലുവിള പള്ളം കടപ്പുറത്താണ് ഈ 6 പേരെ സംശയാസ്പദമായ രീതിയിൽ കണ്ടെന്നാരോപിച്ച് നാട്ടുകാർ തടഞ്ഞു വെച്ചത്. പിന്നീട് പള്ളം സെന്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിലെ പള്ളി മേടയിൽ ഇവരെ പൂട്ടിയിടുകയും ചെയ്തു. നാട്ടുകാർ തന്നെയാണ് പോലീസിന് വിവരം അറിയിച്ചത്. പോലീസ് എത്തുന്ന സമയമാകുമ്പോഴേക്കും ഇവിടെ നാട്ടുകാരെല്ലാം ഒത്തുകൂടി വൻ സംഘർഷാവസ്ഥയിലായിരുന്നു. ഇവരെ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല എന്നൊരവസ്ഥ സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പോലീസ് കാഞ്ഞിരംകുളം പോലീസിനൊപ്പം മറ്റ് സമീപത്തെ സ്റ്റേഷനിൽ നിന്ന് പോലീസും വൻ സന്നാഹം എത്തിയ ശേഷം വലിയ പാടുപെട്ടാണ്, ബലം പ്രയോഗിച്ചാണ് ഇവരെ 6 പേരെയും പുറത്തെത്തിച്ചത്. സംഘത്തിൽ 2 പുരുഷന്മാരും 4 സ്ത്രീകളും ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ ഇപ്പോൾ കാഞ്ഞിരംകുളം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. ശരി, അജീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.